ലച്ചു ആ എടാ അയാൾ അവിടെ നിക്കണ്ട്. ആര്? ഞാൻ പറഞ്ഞില്ലേ ബസ് വെച്ച് കണ്ട. അമ്മായി അടിച്ച ആളാ? എവിടെ നിക്കണെന്ന്? പുറത്ത്. പുറത്താ? നോക്കണമല്ലോ. നിൽക്കുന്നു. ഇവിടെ ഒന്നും ആരും കാണുന്നില്ല. പക്ഷെ ഇവിടെ കണ്ടു എന്നാണല്ലോ അമ്മായി പറഞ്ഞ്. എനിക്ക് തോന്നണതേ അമ്മായിക്ക് തോന്നിയതായിരിക്കും. അമ്മായി അവിടെ ഇങ്ങ് ആരും ഇല്ല. എടാ ഞാൻ കണ്ടതാ. ഇവിടെ ആരും ഇല്ല അമ്മായി, ഞങ്ങൾ നോക്കി. ഇല്ല അവിടെ ഉണ്ട്. അമ്മായി വന്ന് നോക്ക്, അവിടെ ആരും ഇല്ല. ഞാൻ വരൂല. എന്നിട്ട് വേണം വല്ല ആശ്രയം എടുത്ത് എന്റെ ഒഴിക്ക്. ഇതിന് മാത്രം പേടിക്കണെന്തിനാ പറയാൻ കാണിച്ചത്? എടാ ഇല്ലടേ. അമ്മായി ഭയങ്കര ഇങ്ങനെ പേടിത്തൊണ്ടിയാ? പേടിക്കല്ല അമ്മായി. എവിടെ? ഇല്ലടി ഞാൻ അവിടെ കണ്ടതാ. ഇപ്പൊ അവിടെ ഉണ്ടോ? കണ്ടതാ ലച്ചു. പറ്റൂ. അമ്മായി ഇത്ര തറപ്പിച്ച് പറഞ്ഞ ശരിക്കും ഞാൻ ആ റോഡിലൊക്കെ ഒന്ന് നോക്കിട്ട് വരാം. അതപ്പോ നോക്കിട്ടോ. പോരെ? അമ്മായി ഇത് സംഭവം വേറെ ഒന്നുമല്ല. അമ്മായിയുടെ ഉള്ളില് പേടി തട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആരൊക്കെ അവിടെ വന്ന് നിൽക്കുന്ന പോലെ അമ്മായിക്ക് തോന്നണത്. പൊന്നു ലച്ചു അല്ല, ഞാൻ കണ്ടതാ. ശരി, സമ്മതിച്ച്. അമ്മായി കണ്ട്. ഇപ്പൊ എന്തായാലും അയാൾ അവിടെ ഒന്നും ഇല്ലല്ലോ. സമാധാനപ്പെട്. എന്തോന്നത് പേടിത്തോണ്ടി വേർത്ത് കുളിച്ച് മൊത്തത്തില്. എന്താണ് രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന? ഗൂഢാലോചനയൊന്നുമല്ല. ഞാൻ നേരത്തെ അടുക്കളയിൽ വെച്ച് പറഞ്ഞില്ലേ അമ്മായി വരുന്ന വഴിക്ക് ബസ്സിൽ വെച്ചിട്ട് ഒരാൾ അമ്മായി അടുത്ത് മോശമായിട്ട് പെരുമാറിയെന്ന്. അയാൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് അമ്മായി പറഞ്ഞത്. அந்த ஆளு தானே கௌரி நல்லொரு அற வச்சு கொடுத்தான். ആ ആരോടെങ്കിലും അടിയുണ്ടാക്കാൻ കിട്ടുന്ന ഒരവസരവും എന്റെ ഗൗരിമോള് പാഴാക്കാറില്ലല്ലോ. പിന്നെ എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ മേത്തോട്ട് നോയിക്കൊണ്ടിരിക്കണോ? ഞാൻ പൊട്ടിക്കും. അമ്മായി ഈ കാര്യത്തിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ അമ്മായിയുടെ കൂടെ. നമ്മള് പെണ്ണുങ്ങളാ, നമ്മള് വേണം നമ്മളെ സൂക്ഷിക്കാൻ. ഫ്രഷ് ഫ്രഷ് ഫ്രഷ്. സൂപ്പർ. ഏത് കാലഘട്ടത്തിലാ ജീവിക്കണത്? അല്ലെങ്കിൽ എല്ലാം കറങ്ങി തിരി നമ്മളെ തലയിലേ വരുവുള്ളൂ. അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ, എന്നെ എന്റെ വഴിക്ക് വിട്ടേര്. ആ നല്ലത്. സിദ്ധോട് എന്താ നോക്കുക? അമ്മായി കണ്ട ആളെ നോക്കാൻ പോയതാ. ഞാനേ അവിടെ മൊത്തം നോക്കി, അവിടെ ആരെയും കണ്ടില്ല. എന്റെ പൊന്നു സിദ്ധു ഞാൻ കണ്ടതാ. ശരി, സമ്മതിച്ച്. അമ്മായി കണ്ടതാ. ഇപ്പൊ എന്തായാലും അയാൾ അവിടെ ഇല്ലല്ലോ. ഇനി വരുമ്പോ നോക്കാം. അകത്ത് പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കല്ലേ. പാവം കേട്ടാ, നല്ലോണം പേടി തട്ടിയിട്ടുണ്ട്. എന്റെ ഒരു ഫ്രണ്ടിന് ഇതേപോലെ സംഭവിച്ചതാ. ബസ്സിൽ വെച്ചേ അവളുടെ അടുത്ത് ഒരു പയ്യൻ മോശമായിട്ട് പെരുമാറി. അതിനുശേഷം അവക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ബസ്സിലൊന്നും കയറി പോകാൻ വയ്യായിരുന്നേ. ഭയങ്കര പേടിയൊക്കെയായിരുന്നു ആ ട്രോമ കാരണം. എന്തായാലും നമുക്ക് പോയിട്ട് വരാം. നിങ്ങളവിടെ പോവാ? ഞങ്ങൾ ആ സവിതയുടെ അടുത്ത് വരുന്നു, പോയിട്ട് വരട്ടെ. പരദൂഷണ കമ്മിറ്റി. ആ പരദൂഷണം പറയാൻ പോവാ. എന്താ വരുന്നോ? ഇല്ല. ആ കനകം